നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ സുപ്രീം കോടതി. ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചെടുത്തെന്ന പരാമർശത്തിൽ രൂക്ഷ വിമർശനം. യഥാർത്ഥ ഭാരതീയനെങ്കിൽ ഇങ്ങനെ പറയാനാവില്ല. പ്രസ്താവന നടത്തിയത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും കോടതി. കൊച്ചിയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് മാവോയിസ്റ്റ് ബന്ധം. 3 പുരോഹിതർക്കെതിരെ കാത്തലിക് ഫോറം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി. ജനം ബിഗ് എക്സ്ക്ലൂസീവ്. उनका संपर्क अलग से रहता, मतलब हम लोग, मैं क्योंकि छोटा मतलब पद में था तो हमको उतना जिम्मेदारी नहीं देते थे. ജനം ടിവിയോട് മുൻ മാവോയിസ്റ്റ് നേതാവിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധമുണ്ട്. മാവോയിസ്റ്റുകൾക്ക് മിഷണറിമാരുടെ സഹായം ലഭിക്കുന്നുണ്ടെന്നും ദന്തേവാഡ മുൻ ഡിവിഷണൽ കമാൻഡർ. ജനം ബിഗ് നാഷണൽ എക്സ്ക്ലൂസീവ്. ഓപ്പറേഷൻ സിന്ദൂറിൽ കോൺഗ്രസ് വാദം തള്ളി ശശി തരൂർ. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ല. ട്രംപിന്റെ വല്യമ്മാവൻ കളിയിൽ ഭാരതത്തിന് കൃത്യമായ ധാരണയുണ്ടെന്നും തരൂർ. രണ്ടു വർഷത്തിനിടെ വിവിധ യുദ്ധമുഖങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ രാജ്യത്ത് തിരിച്ചെത്തിച്ചത് 10,000-ഓളം ഭാരതീയരെ. ഓപ്പറേഷൻ കാവേരി മുതൽ ഓപ്പറേഷൻ സിന്ധു വരെയുള്ള ദൗത്യങ്ങൾക്ക് ചെലവഴിച്ചത് 91 കോടി രൂപ. മടക്കിയെത്തിച്ചവർക്ക് യാത്രയും ഭക്ഷണവും താമസവും ഒരുക്കിയത് പൂർണ്ണ സൗജന്യമായെന്നും കേന്ദ്രം. ജനം എക്സ്ക്ലൂസീവ്. ചേർത്തലയിലെ തിരോധാനങ്ങളിൽ ദുരൂഹത നീക്കാൻ ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ തെളിവെടുപ്പ്. മണ്ണുമാന്തി യന്ത്രമെത്തിച്ച് പരിശോധന. 4 സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്ന് നിഗമനം. ബലാത്സംഗ കേസിൽ ഹിരൺദാസ് മുരളിക്ക് ഉന്നതരുടെ സംരക്ഷണം. അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമം. ഗുരുതര വകുപ്പുകൾ എങ്കിലും അന്വേഷണത്തിൽ പോലീസിന്റെ അലംഭാവം. ഹമാസിനെതിരെ സൈനിക നടപടിയിലേക്ക് ഇസ്രയേൽ. ഗാസയിൽ പടപ്പുറപ്പാട്. ഇസ്രയേൽ നീക്കം ബന്ദികളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ. ഓവൽ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇംഗ്ലണ്ടിന് ജയിക്കാൻ 35 റൺസ് വേണം. 4 വിക്കറ്റ് വീഴ്ത്തിയാൽ ഇന്ത്യക്ക് ചരിത്രം കുറിക്കാം. പിടിമുറുക്കി ഇന്ത്യൻ പേസർമാർ. വാർത്തകൾ വിശദമായി നോക്കാം. പ്രതിപക്ഷ നേതാവ് രാഹുലിനെ കുടഞ്ഞ് സുപ്രീം കോടതി. ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചെടുത്തെന്ന പരാമർശം നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി ആരാഞ്ഞു. യഥാർത്ഥ ഭാരതീയൻ ഒരിക്കലും ഇത്തരം പരാമർശം നടത്തില്ല. സമൂഹ മാധ്യമങ്ങളിലെ പ്രഹസനം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും കോടതി ശാസിച്ചു. രാഹുലിൻ്റെ പരാമർശങ്ങളോട് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ച് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, രാഹുൽ നേരത്തെയും രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് രാഹുലിൻ്റെ വിദേശ യാത്രകളിൽ ഭാരതത്തെ എങ്ങനെയൊക്കെ ഇകഴ്ത്തി കാണിക്കാം അങ്ങനെയൊക്കെ കൃത്യമായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഭാരതം ഭരിക്കുന്നവരെ മാത്രമല്ല, ഭാരതം എന്ന രാജ്യത്തെ ഇടിച്ച് താഴ്ത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ്, വിമർശനങ്ങളാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോടതി ഇപ്പോൾ രാഹുലിനെ കുടഞ്ഞിരിക്കുകയാണ്.
ഭാരതത്തിൻ്റെ ഭൂമി ചൈന പിടിച്ചെടുത്തുന്ന പരാമർശം നടത്തിയത് എന്തടിസ്ഥാനത്തിലാണ് എന്ന ശ്രദ്ധേയമായ ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ജിഷ്ണു? അൽനബീർ, അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിനെതിരെ ഇന്ന് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ, രാഹുൽ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ നടത്തിയതെന്ന് തുടങ്ങി വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണവും ചോദ്യവും രാഹുലിനെതിരെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുകയുണ്ടായി. 2020 ഗാൽവൻ സംഘർഷത്തിൽ അന്ന് നമുക്കറിയാം ചീന പട്ടാളം ഭാരതത്തിന്റെ മണ്ണിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും അവിടെ ഗൂർഖ റെജിമെന്റ് ഉൾപ്പെടെ അതിശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് കനത്ത മറുപടി ചൈനീസ് പട്ടാളത്തിന് നൽകുകയും അവരെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് തുരത്തി ഓടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഭാരത് ഛോഡോ യാത്രയിൽ ഭാരതത്തിന്റെ 200 പ്രതിപക്ഷ നേതാവ് രാഹുലിനെ കുടഞ്ഞ് സുപ്രീം കോടതി. ഭാരതത്തിൻ്റെ ഭൂമി ചൈന പിടിച്ചെടുത്തെന്ന പരാമർശം നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. യഥാർത്ഥ ഭാരതീയൻ ഒരിക്കലും ഇത്തരം പരാമർശം നടത്തില്ല. സമൂഹ മാധ്യമങ്ങളിലെ പ്രഹസനം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും രാഹുൽ തയ്യാറാകണം എന്ന് കോടതി. ജിഷു, തുടരാം. അൽനബീർ, അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് രാഹുലിനെതിരെ സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ഗാൽവനിൽ ചൈന ഭാരതത്തിന്റെ 2000 കിലോമീറ്റർ ഭൂമി പിടിച്ചെടുത്തു എന്ന പ്രസ്താവനയായിരുന്നു രാഹുൽ ഭാരത് ഛോഡോ യാത്രയ്ക്കിടെ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ കേസ് പരിഗണിക്കുകയും എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവിടെ പോയിരുന്നു, അല്ലെങ്കിൽ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന രാഹുൽ നടത്തിയതെന്ന ചോദ്യമാണ് രാഹുലിന് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയോട് സുപ്രീം കോടതി ബെഞ്ച് ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ എങ്ങനെ നടത്താൻ സാധിക്കുന്നു? ഒരു യഥാർത്ഥ ഭാരതീയന് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ സാധിക്കില്ല എന്ന നിരീക്ഷണവും പരാമർശവുമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ മനു അഭിഷേക് സിംഗ്വി ചില വാദങ്ങൾ മുൻപോട്ട് വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അതിനും രൂക്ഷമായിട്ടുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സോഷ്യൽ മീഡിയയിലെയും പ്രസ്സിലെ, അതായത് മീഡിയയിലൂടെയും പ്രതികരണത്തിനപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങളിൽ ആധികാരികമായിട്ടുള്ള വസ്തുതകൾ വേണമെങ്കിൽ നിങ്ങൾ പാർലമെന്റിനകത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അതിന്റെ വിശദാംശങ്ങൾ തേടുകയും ചെയ്യണം. അതല്ലാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള പ്രസ്താവന രാഹുൽ നടത്തിയതെന്ന ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത്. 2020 ഗാൽവൻ സംഘർഷം നമുക്കറിയാം. അവിടെ അന്ന് ചൈന ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചെങ്കിലും ഗൂർഖ റെജിമെന്റ് അതിശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് ചീന പട്ടാളത്തെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് തുരത്തി ഓടിച്ചിരുന്നു. അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള പ്രതികരണം രാജ്യത്തിന്റെ സൈനിക വൃത്തങ്ങളും പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും രാജ്യത്തിന് മുൻപിൽ വെച്ചതാണ്. അതായത് ചൈന ഭാരതത്തിന്റെ മണ്ണിലേക്ക് അരുണാചൽ പ്രദേശ് അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് അതിശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ചീന പട്ടാളത്തെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് തുരത്തി ഓടിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണ് എന്ന് സൈന്യവും ഭാരതത്തിന്റെ ഭരണ നേതൃത്വവും വ്യക്തമാക്കിയെങ്കിലും അതൊന്നും വിശ്വാസത്തിലെടുക്കാതെ അവിടെ അതിർത്തിയിൽ 2000 കിലോമീറ്റർ ഭൂമി ചൈന പിടിച്ചെടുത്തു എന്ന നിരുത്തരവാദിത്തപരമായ പ്രസ്താവനയായിരുന്നു രാഹുൽ നടത്തിയത്. ഇതാദ്യമായിട്ടല്ല. അനിൽ നമ്പ്യാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പ്രസ്താവനകൾ രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതാദ്യമായിട്ടല്ല. മുൻപ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അതിന് തെളിവ് ചോദിച്ചുകൊണ്ട് സൈന്യത്തെയും അപമാനിച്ച പ്രസ്താവനകൾ രാഹുലിന്റെയും ചില കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കൊറോണ എന്ന മഹാമാരി പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നുപോകുമ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കാതെ രാജ്യത്തെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കാലഘട്ടത്തിൽ, ഈ നിമിഷങ്ങളിൽ നമുക്ക് മുൻപിലുള്ള കാര്യങ്ങളാണ്. അതിൽ പോലും രാജ്യത്തിൻ്റെ സൈന്യത്തെയും ഭാരതമെന്ന നമ്മുടെ രാജ്യത്തെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകൾ മുൻപ് അമേരിക്കയിലെയും UK-യിലെയും എല്ലാം വേദികളിരുന്നു കൊണ്ട് ഭാരതത്തിൻ്റെ ജനാധിപത്യം പൂർണ്ണമായും തകർന്നു എന്ന പ്രസ്താവനകൾ രാഹുൽ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രസ്താവനയായിരുന്നു രാഹുലിന് ഗാൽവൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പക്ഷേ സുപ്രീം കോടതി അതിനെ ഏറെ ഗൗരവത്തോടു കൂടി കാണുകയും വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വിമർശനം എന്നതിനപ്പുറത്തേക്ക് അതീവ ഗുരുതരമായ വിമർശനം എന്ന് നമുക്ക്
നമുക്ക് ചൂണ്ടിക്കാണിക്കാം. രാഹുൽ ഇന്ന് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് കോടതി തന്നെ പറഞ്ഞത് ഒരു യഥാർത്ഥ ഭാരതീയന് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ സാധിക്കില്ല. ഗാൽവനിൽ ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചെടുത്തു എന്ന പ്രസ്താവന എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നടത്തിയത്, നിങ്ങൾ അവിടെ പോയിരുന്നോ എന്ന ചോദ്യമാണ് രാഹുലിനോട് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. പ്രതിപക്ഷ നേതാവ് രാഹുലിനെ കുടഞ്ഞ് സുപ്രീം കോടതി. ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചെടുത്തെന്ന പരാമർശം നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി ആരാഞ്ഞു. യഥാർത്ഥ ഭാരതീയൻ ഒരിക്കലും ഇത്തരം പരാമർശം നടത്തില്ല. സമൂഹ മാധ്യമങ്ങളിലെ പ്രഹസനം അവസാനിപ്പിച്ച് പാർലമെന്റ് ചോദ്യങ്ങൾ ഉന്നയിക്കാനും കോടതി രാഹുലിനെ ശാസിച്ചു. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയിൽ തെളിവെടുപ്പ് തുടരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. കുളം വറ്റിച്ച് പരിശോധന നടത്തും. സെബാസ്റ്റ്യൻ്റെ സാന്നിധ്യത്തിലാണ് പരിശോധന. നിലവിൽ 4 സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ, സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണ്. 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ക്രൈംബ്രാഞ്ച് അതിൻ്റെ ഭാഗമായി ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ എന്തായാലും പരിശോധന നടത്തും. മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിട്ടുണ്ട്. കുളം വറ്റിച്ചുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ക്രൈംബ്രാഞ്ചിൻ്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ് സുധീഷ്? അനിൽ നമ്പ്യാർ, ഇപ്പോൾ ജൈനമ്മ എന്ന കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനിയായ വീട്ടമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് സെബാസ്റ്റ്യൻ്റെ ഈ വീട്ടുവളപ്പിൽ എത്തി നിൽക്കുന്നത്. അവിടെ നേരത്തെ കഴിഞ്ഞ 28-ാം തീയതി ഇവിടെ നിന്നും ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ തെക്കുവശം പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിയുള്ള പുരയിടത്തിലാണ് ഇത്തരത്തിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അത് കത്തിക്കരിഞ്ഞ നിലയിലുള്ള അവശിഷ്ടങ്ങളിലെ അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. ഇത് മറ്റെവിടെയോ മറവ് ചെയ്തതിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇട്ട് കത്തിച്ചു എന്ന ഒരു നിഗമനമാണ് ക്രൈംബ്രാഞ്ചിനുള്ളത്. ഇത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കോട്ടയം യൂണിറ്റാണ് ആ കേസ് അന്വേഷിക്കുന്നത്. ഇതിന് പുറമെ അത് വരുമ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് പരിശോധിക്കുന്നത്. കാരണം ആലപ്പുഴ ചേർത്തല സ്വദേശിനിയായ ബിന്ദു പത്മനാഭൻ എന്ന യുവതിയെ കാണാതാവുന്നത് 2010 മുമ്പാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2017 കാരണം അച്ഛനും അമ്മയും മരണപ്പെട്ടിരുന്നു. ഒരു സഹോദരനുമായും ബിന്ദുവുമായി അത്ര സ്വരച്ചേർച്ചയിലുമായിരുന്നില്ല. സഹോദരൻ വിദേശത്തുമായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അതിനുശേഷം ഇവരുടെ വസ്തുവകകൾ അതിന്റെ വീതമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ആണ് ഈ ബിന്ദുവിന്റെ വസ്തുക്കൾ സെബാസ്റ്റ്യനും മറ്റ് 9 പേരും ചേർന്ന് വ്യാജരേഖ ചമച്ച് കൈമാറ്റം ചെയ്തു എന്ന കാര്യം വ്യക്തമാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടത്തിയ അന്വേഷണങ്ങൾ എന്നാൽ അത് ലക്ഷ്യം കാണുകയോ ബിന്ദു എവിടെയെന്ന് കണ്ടെത്താനോ സാധിച്ചിരുന്നില്ല. ഇതിന്റെ തുടർച്ചയായിട്ടാണ് അതിനുശേഷം 2012 ഐഷ എന്ന പഞ്ചായത്തിലെ റിട്ടയർഡ് ജീവനക്കാരിയെ കാണാതാവുന്നു. അവർക്കും ബിന്ദുവുമായി സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായി. പിന്നീടുള്ള ഒരു കേസ് ഉണ്ടാകുന്ന 2020 ശേഷമാണ്. അത് സിന്ധു എന്ന ഒരു സ്ത്രീയായിരുന്നു. അതും ചേർത്തല അർത്തുങ്കൽ സ്വദേശിനിയായിരുന്നു. പിന്നീടാണ് 2024 ഡിസംബർ 23 ജൈനമ്മ എന്ന ഏറ്റുമാനൂർ സ്വദേശിനിയെ കാണാതാവുന്നത്. അതിന്റെ അന്വേഷണത്തിൽ ഈ ജൈനമ്മയുടെ ഫോണിന്റെ അവസാനം ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നത് ഈ പള്ളിപ്പുറം ഭാഗത്തായിരുന്നു. അതോടുകൂടിയാണ് ഇതിലെ ജൈനമ്മയും സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം അറിയുകയും തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനൊരു ശരീര അവശിഷ്ടം കിട്ടിയിരിക്കുന്നത്. എന്നാൽ അത് ആരുടേതാണെന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. 4 പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യനെ സംശയിക്കുന്നു. മറ്റ് ഈ ഒരു കാലയളവിനുള്ളിൽ സമാന രീതിയിൽ കാണാതായ മറ്റ് സ്ത്രീകളുടെ, അതും പ്രത്യേകിച്ചും ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന സ്ത്രീകളുടെ കേസുകൾ കൂടി ഇതിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനും ആലോചിക്കുന്നുണ്ട്. കാരണം വീട്ടുപറമ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ അതിന് കാലപ്പഴക്കം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല വീട്ടിൽ നിന്ന് സിം കാർഡുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ മറ്റൊരു കാര്യം കൂടി അറിയേണ്ടത്, ഈ സ്ത്രീകളെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്? എന്തടിസ്ഥാനത്തിലാണ് കൊലപാതകങ്ങൾ? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്?
അനിൽ നമ്പ്യാർ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായും സെബാസ്റ്റ്യൻ ലക്ഷ്യം വെച്ചിരുന്നത് സാമ്പത്തികമാണ്. അത് വസ്തുവകളായാലും സ്വർണമായാലും അത്തരം സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന്. രണ്ട്, ഈ സ്ത്രീകളുമായി മറ്റ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങളും സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്ക്നെസ് ആയിരുന്നു എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടവരിൽ നിന്നെല്ലാം അറിയാൻ കഴിയുന്നത്. അത്തരം നിരവധി അനുഭവങ്ങളുണ്ട്. സമീപവാസികളെല്ലാം നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും പറയുന്നു, കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് ക്രൈംബ്രാഞ്ച് ഇവിടെ പരിശോധനയ്ക്ക് വരുമ്പോഴും അത്തരം ചില സാഹചര്യങ്ങളിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നത് അത് മഹ്സർ സാക്ഷിയായി ഒപ്പിട്ട വ്യക്തി പോലും, അയൽവാസി പോലും നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം രണ്ട് ഘടകങ്ങളും ഇതിൽ കാരണമാണ്. അതിനുശേഷം അവരെ കൊലപ്പെടുത്തുക എന്ന രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ ആ പണം തിരിച്ചു ചോദിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അത്തരത്തിൽ തട്ടിയെടുക്കാൻ ഇവർ ജീവിച്ചിരിക്കുന്ന തടസ്സമാകുമ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെയാണ് കൊലപ്പെടുത്തുന്നത് എന്നൊരു നിഗമനം തന്നെയാണ് അന്വേഷണ സംഘത്തിനുമുള്ളത്. ഇപ്പോൾ ബിന്ദു പത്മനാഭന്റെ കേസിൽ തന്നെ ഈ ബിന്ദു പത്മനാഭന്റെ എടപ്പള്ളിയിലും പാലാരിവട്ടത്തും അടക്കമുള്ള കോടികൾ വിലമതിക്കുന്ന സ്വത്തുവകകളാണ് വ്യാജരേഖ ചമച്ച് കൈമാറ്റം ചെയ്യുകയും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്ത് അതോടുകൂടി തന്നെയാണ് സെബാസ്റ്റ്യൻ സാമ്പത്തികമായ ഒരു ഉയർച്ച നേടുന്നത്. അതിന്റെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വസ്തുക്കൾ വാങ്ങുകയൊക്കെ ചെയ്തു. എന്നാൽ കൃത്യമായ ഇടവേളകൾ 2012 ഐഷയെ കാണാതാകുന്നത്. ഐഷയുമായിട്ടുള്ള അടുപ്പവും അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. അതേസമയം ഇതിലൊക്കെ കൂടുതൽ സഹായികൾ ഉണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളിലും എല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. വളരെ ദുരൂഹത നിറഞ്ഞ കേസാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി അന്വേഷണ സംഘത്തിനുള്ള വെല്ലുവിളി, ഈ കേസിലൊക്കെ തന്നെയും കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തെളിവുകൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാനമായി പറയേണ്ട കാര്യം. അതിൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ ഇപ്പോൾ സെബാസ്റ്റ്യനെ തന്നെ 7 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ലഭിച്ചത്. അതിൽ ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ തെളിവുകൾ ശേഖരിക്കണമെങ്കിൽ കൃത്യമായി ഈ ചോദ്യം ചെയ്യലുകളോടെ സെബാസ്റ്റ്യൻ സഹകരിക്കണം. അത് ഉണ്ടാവുന്നില്ല. ഇല്ലെങ്കിൽ ഈ നിർണായക തൊണ്ടി മുതലുകൾ കണ്ടെടുക്കാൻ സാധിക്കണം. അത്തരം വെല്ലുവിളികൾ നിലനിൽക്കുന്നു. ഇതിൻ്റെ ശേഷം കോട്ടയം ക്രൈംബ്രാഞ്ച് പ്രതിയെ തിരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അതിനുശേഷം ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും വീടും പരിസരവും അടക്കം സെബാസ്റ്റ്യൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധിക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ട RDOയുടെ ഉത്തരവടക്കം, അനുമതി അടക്കം വാങ്ങിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഈ കേസ് വളരെ ദുരൂഹത നിറഞ്ഞതും എന്നാൽ വളരെ ശ്രമഫലമായി മാത്രം കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുന്നതുമായ ഒരു സാഹചര്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സുധീഷ്, ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയിൽ തെളിവെടുപ്പ് തുടരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റ്യന്റെ വീട്ടിൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. കുളം വറ്റിച്ച് പരിശോധന നടത്തും. സെബാസ്റ്റ്യന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന തുടരുന്നത്. നിലവിൽ 4 സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഛത്തീസ്ഗഡിലെ മുൻ മാവോയിസ്റ്റ് നേതാവ്. മാവോയിസ്റ്റുകൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധമുണ്ടെന്ന് ദന്തേവാഡ മുൻ ഡിവിഷണൽ കമാൻഡർ. റായ്പൂർ, ജഗ്ദൽപൂർ, ദന്തേവാഡ എന്നിവിടങ്ങളിൽ ഉള്ളവരുമായാണ് ബന്ധം. ഇവരിൽ നിന്നും മാവോയിസ്റ്റുകൾക്ക് സഹായം കിട്ടുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിലെ കൊർച്ചോളി ഗ്രാമത്തിൽ നിന്നുള്ള മുൻ ഡിവിഷണൽ കമാൻഡറുടേതാണ് വെളിപ്പെടുത്തൽ. 2015 കീഴടങ്ങിയ ഇദ്ദേഹം ദന്തേവാഡയിലെ സർക്കാർ പുനരധിവാസ കേന്ദ്രത്തിലാണ് നിലവിലുള്ളത്. करते मतलब उनका संपर्क अलग से रहता है. मतलब हम लोग, मैं क्योंकि छोटा मतलब पद में था तो हमको उतना जिम्मेदारी नहीं देते थे. पूरा बड़े लेवल के लोग ही पूरा हर चीज़ के लिए बाहर से ज़रूर संपर्क रहते हैं, तभी हर एक चीज़ उनको सुविधा हो जाता है. पूरा लैपटॉप, कंप्यूटर सब कुछ मिलता है. बाहर का से जितना भी है शहर से जाता है
शहर का आदमी ज़रूर रहता है। मान के चलो दंतेवाड़ा, किरंदुल, बैलाडीला, इधर जगदलपुर, रायपुर से पूरा आदमी उनके हाथ में रहते हैं, पर पता नहीं चलता कि कौन संपर्क में कहाँ मिलते हैं, क्या है वो पता नहीं रहता। छोटे छोटे से जो डीसी को भी पता रहता है, डीसी रैंक के मतलब डिविजनल कमेटी सदस्य उनको रहता है, लेकिन सबसे काम उन्हीं को एजेंसी से सीसी जानते हैं। കൊച്ചിയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകരബന്ധമെന്ന് പരാതി. 3 പുരോഹിതർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങളുള്ളത്. സിറോ മലബാർ സഭയിലെ ആരോപണ വിധേയരായ വൈദികർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ പരാതി നൽകി. 3 വൈദികരടക്കം 12 പേർക്കെതിരെയാണ് ബിനു ചാക്കോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുള്ളത്. നേരത്തെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതികൾ നൽകിയിരുന്നു. ദേശവിരുദ്ധ സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുകയും കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഭീകരർക്ക് ഫണ്ടുകൾ കൈമാറുകയും ചെയ്യുന്നുവെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. സീറോ മലബാർ സഭയിലെ ചില പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായുള്ള ബന്ധം കേരളത്തിൽ നടന്ന കലാപത്തിലേക്ക് വരെ നീങ്ങിയ ചില സമരങ്ങളിൽ വ്യക്തമായതാണെന്ന് പരാതിയിലുണ്ട്. വിധ്വംസക ശക്തികളുമായുള്ള ചില പുരോഹിതരുടെ ബന്ധം നേരത്തെ പുറത്തുവന്ന സിനഡ് റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളുമായി സമർപ്പിച്ചിട്ടുള്ള വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകളിൽ എറണാകുളത്തെ ഒരു വൈദികന്റെ സാന്നിധ്യം, അതായത് വൈദികന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന 3 കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എറണാകുളത്ത് തീവ്രവാദ ശക്തികളുമായിട്ടുള്ള സാമ്പത്തികം കൈപ്പറ്റി ആ പൈസ മാവോയിസ്റ്റുകൾക്ക് കൊടുക്കുന്ന രീതി, മാവോയിസ്റ്റ് ബന്ധമുള്ളവർ കൊടുക്കുന്ന രീതിക്ക് ഒരു ഏജന്റുമാരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ. ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി 2022 സീറോ മലബാർ സഭയുടെ സിനഡ് കണ്ടെത്തുകയും അത് സിനഡിന്റെ രേഖകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. 2017 മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരബന്ധങ്ങളുടെ സൂചനകൾ പുറത്തുവന്നതാണ്. കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് നേരെ 2017 ഡിസംബറിൽ നടന്ന കയ്യേറ്റ ശ്രമത്തിന് പിന്നിലും തീവ്ര സംഘടനകളുടെ പങ്ക് വിശ്വാസികളിൽ ഒരു വിഭാഗം സംശയിക്കുന്നുണ്ട്. സഭയെ തകർക്കാനുള്ള ഗൂഢനീക്കങ്ങൾ കൂടിയാണ് ഇത്തരം ബന്ധങ്ങളിലൂടെ പുറത്തുവരുന്നതെന്നാണ് ആരോപണം. ജനം, കൊച്ചി. കോൺഗ്രസിന്റെയും രാഹുലിന്റെയും വാദങ്ങൾ തള്ളി ശശി തരൂർ MP. ഓപ്പറേഷൻ സിന്ദൂറിലും വെടിനിർത്തൽ ധാരണയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടില്ലെന്ന് തരൂർ ഒരു ലേഖനത്തിൽ വ്യക്തമാക്കി. ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് വെടിനിർത്തൽ ധാരണയെന്ന് പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് വാദിക്കുമ്പോഴാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ അത് നിഷേധിച്ച് ലേഖനമെഴുതിയത്. ഓപ്പറേഷൻ സിന്ദൂറിലും പാകിസ്ഥാനുമായുണ്ടായ വെടിനിർത്തൽ ധാരണയിലും കോൺഗ്രസിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് ശശി തരൂർ MPയുടെ ലേഖനം. ഭാരതവും പാകിസ്ഥാനുമായുള്ള സംഘർഷം ഒത്തുതീർപ്പാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന് തരൂർ വ്യക്തമാക്കി. വിഷയത്തിൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ തരൂർ, ട്രംപ് വല്യമാവൻ ചമയുകയാണെന്ന ധാരണ ഭാരതത്തിനുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭാരതം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പൊതുവേദികളിലും പാർലമെന്റിലും ആവർത്തിക്കുമ്പോഴാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ ട്രംപിന്റെ ഇടപെടൽ തള്ളിക്കൊണ്ട് ലേഖനം എഴുതിയത്. 11 വ്യോമകേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് കനത്ത പ്രഹരമേൽപ്പിച്ചതോടെയാണ് പാകിസ്ഥാൻ കീഴടങ്ങിയത്. ട്രംപ് പാകിസ്ഥാനുമായി സംസാരിച്ചിട്ടുണ്ടാകും, പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആ കാലയളവിൽ ട്രംപ് ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി. തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചും ദേശീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചും ശശി തരൂർ നടത്തുന്ന പ്രതികരണങ്ങൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ജനം, ഡൽഹി. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന JMM നേതാവുമായ ഷിബു സോറന്റെ വിയോഗത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തെയും പാവങ്ങളെയും ശാക്തീകരിക്കാനായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അചഞ്ചലമായ സമർപ്പണത്തോടെ സമൂഹത്തിൻ്റെ മേൽത്തട്ടിലെത്തിയ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വനവാസി സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി പതിറ്റാണ്ടുകളോളം പോരാടിയ വ്യക്തിയാണ് വിട പറയുന്നതെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു. ലളിതമായ വ്യക്തിത്വവും എളിമയുമുള്ള പ്രകൃതവും ജനങ്ങളെ ആകർഷിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സദാനന്ദൻ മാസ്റ്റർ MP-യുടെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾ 30 വർഷത്തിന് ശേഷം കോടതിയിൽ കീഴടങ്ങി. CPM-കാരായ 8 പ്രതികളെയാണ് വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചത്. മേൽക്കോടതികളിൽ അപ്പീൽ നൽകി ജാമ്യത്തിലായിരുന്നു പ്രതികൾ. സുപ്രീം കോടതി അപ്പീൽ ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതികൾ കീഴടങ്ങിയത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, 30 വർഷങ്ങൾക്ക് ശേഷമാണ് സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയെറിഞ്ഞ കേസിലെ പ്രതികൾ ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്.
അതായത് CPM-കാരായ 8 പ്രതികളെ വിചാരണ കോടതി നേരത്തെ തന്നെ ശിക്ഷിച്ചിരുന്നു. ഇവർ മേൽക്കോടതികളിൽ അപ്പീൽ നൽകി ജാമ്യത്തിൽ കഴിയുകയായിരുന്നു. മാത്രമല്ല മേൽക്കോടതിയും ഇവരുടെ ശിക്ഷ ശരിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ നിന്ന് വിധി ലഘൂകരിച്ച് വാങ്ങാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. എന്നാൽ ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ശരിവെക്കുകയും പിഴത്തുക 25,000 രൂപയിൽ നിന്ന് 50,000 ആക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ എത്രയും പെട്ടെന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഇവരുടെ ശിക്ഷ ലഘൂകരിച്ച് കിട്ടാനായി ഇവർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നെങ്കിലും ഈ അപ്പീൽ സ്വീകരിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അതായത് ഈ ശിക്ഷ പ്രതികൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്ന് സുപ്രീം കോടതി പോലും വിലയിരുത്തിയതാണ്. തുടർന്നാണ് ഇന്നിപ്പോൾ തലശ്ശേരി കോടതിയിൽ ഈ പ്രതികൾ 8 പേരും ഹാജരായിട്ടുണ്ട്. ഇവിടുത്തെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെല്ലാം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. വിചാരണ കോടതി അടക്കം 7 വർഷം കഠിന തടവിന് വിധിച്ച കേസാണിത്. കേസിൽ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ആ 12 പ്രതികളിൽ 8 കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇവർക്ക് 7 വർഷം കഠിന തടവ് കോടതി ശിക്ഷ വിധിക്കുകയുമായിരുന്നു. ഈ ശിക്ഷ മേൽക്കോടതികൾ അടക്കം ശരിവെക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ ശിക്ഷ അനുഭവിക്കാനായി ജയിലിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഏതായാലും 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഈ പ്രതികൾക്ക് എത്ര വർഷത്തെ തടവാണ് കോടതി വിധിച്ചത്? അതിനകത്ത് 7 വർഷം കഠിന തടവാണ് എന്നാണ് മനസ്സിലാവുന്നത്. 7 വർഷം കഠിന തടവാണ് അദ്ദേഹം ഈ പ്രതികൾക്ക് മുഴുവൻ വിധിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ ഇവർ ഹൈക്കോടതിയിലടക്കം അപ്പീൽ പോയ സമയത്ത് ഇവരുടെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല 25,000 എന്നത് പിഴത്തുക വളരെ കുറവാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പിഴത്തുക 50,000 ആക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റുന്നത്. എല്ലാ വിധത്തിലും ഈ പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ട്. ഈ കുറ്റം കുറഞ്ഞുപോയി, ശിക്ഷ കുറഞ്ഞുപോയി എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് നേരത്തെ ഹൈക്കോടതി അടക്കം നടത്തിയത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികളെ മുഴുവൻ ജയിലിലേക്ക് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കാനായി ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പ്രതികൾ തലശ്ശേരി കോടതിയിലാണുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ തന്നെ ഈ പ്രതികളെ ജയിലിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 1993 ഇത്തരത്തിലൊരു ക്രൂരമായ ആക്രമണം സദാനന്ദൻ മാസ്റ്റർക്ക് നേരെ നടന്നത്. അദ്ദേഹം തന്റെ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ബന്ധുവീട്ടിൽ പോയി മടങ്ങുന്ന സമയത്താണ് CPM അക്രമി സംഘം അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും 2 കാലുകളും വെട്ടിയെറിയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. സദാനന്ദൻ മാസ്റ്റർ അത്തരത്തിലൊരു രാഷ്ട്രീയ ആക്രമണത്തിലൂടെ സദാനന്ദൻ മാസ്റ്ററെ തളർത്താമെന്ന് പ്രതീക്ഷിച്ച എതിരാളികളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം സംഘടനാ തലത്തിലും ജീവിതത്തിലും ഒക്കെ തന്നെ ഏറെ മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ MP കൂടിയാണ്. അദ്ദേഹം രാജ്യസഭാ MP ആയി അദ്ദേഹത്തിന്റെ ആശയത്തെ തകർക്കാൻ ശ്രമിച്ച ആളുകൾക്ക് മുന്നിൽ അദ്ദേഹം രാജ്യസഭാ MP ആകുമ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ച പ്രതികളൊക്കെ തന്നെ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിമിഷം കൂടിയാണ് ഇത് എന്ന് ഓർക്കേണ്ടതുണ്ട്. കാരണം അക്രമ രാഷ്ട്രീയത്തിന് പുറകെ നടക്കുന്ന ആളുകൾ തകർക്കാൻ ശ്രമിക്കുന്ന ആശയത്തെയാണെങ്കിൽ പോലും ആ ആശയം തകരുന്നില്ല. പക്ഷേ തകർക്കാൻ ശ്രമിച്ചവരാണ് ഇത്തരത്തിൽ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. അനിൽ നമ്പ്യാർ. തീർച്ചയായും രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾ 30 വർഷത്തിന് ശേഷം കോടതിയിൽ കീഴടങ്ങി. CPM-കാരായ 8 പ്രതികളെയാണ് വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചത്. മേൽക്കോടതിയിൽ അപ്പീൽ നൽകി ജാമ്യത്തിലായിരുന്നു പ്രതികൾ. സുപ്രീം കോടതി അപ്പീൽ ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതികൾ കീഴടങ്ങിയത്. ഇവരെ താമസിയാതെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ പിള്ള റിപ്പോർട്ട് ചെയ്യുന്നത്. സിനിമാ കോൺക്ലേവിൽ നടത്തിയ പ്രസംഗത്തിൽ വിശദീകരണവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ദളിതരെയും സ്ത്രീകളെയും മോശമായി പറഞ്ഞിട്ടില്ല. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ നവാഗത സിനിമാ സംവിധായകർക്കും പരിശീലനം വേണം. മന്ത്രിക്ക് ചലച്ചിത്ര മേഖലയുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ, യാതൊരു മുൻപരിചയവും ഇല്ലാതെ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നവർക്കാണ് കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നെ പടം എടുക്കാനുള്ള ധനസഹായം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു കുറഞ്ഞൊരു 3 മാസത്തെ ഓറിയൻറ്റേഷൻ കൊടുക്കണം. പിന്നെ ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹ്യ പ്രസക്തി വേണം. അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടുമൊക്കെ മികവുള്ളതായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാവും? അത് പടം എടുക്കുന്ന ആളിന് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നു. മാത്രമല്ല, കൃത്യമായിട്ടുള്ള വിശദീകരണം തന്നെയല്ലേ അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത്? പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽ പെട്ട കലാകാരന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും, അതായത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുന്ന എല്ലാവർക്കും, എല്ലാ പ്രതിഭകൾക്കും കൃത്യമായ പരിശീലനം നൽകണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? എവിടെയാണ് അധിക്ഷേപം? അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ദിവസം സിനിമ കോൺക്ലേവിൽ വെച്ച അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെല്ലാം തന്നെ ആ ഒരു ഇതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം ഇപ്പോഴും സ്വീകരിച്ചത്. ഇപ്പോൾ നമ്മോട് പ്രതികരിക്കുകയുണ്ടായെന്ന് പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറി തിരിച്ചോ അല്ലെങ്കിൽ ആരെയും വ്യക്തിഹത്യ നടത്തിയതായി അദ്ദേഹം പറയുന്നില്ല. താൻ പറഞ്ഞത് നവാഗതരായി വരുന്ന സംവിധായകർക്ക് അതിൻ്റെതായ പരിശീലനം മാത്രം സിനിമകൾ എടുക്കാൻ വരിക. അത് ആ ഒരു സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ദളിതരെയും സ്ത്രീകളെയും മോശമായി പറഞ്ഞിട്ടില്ല. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ നവാഗത സിനിമാ സംവിധായകർക്കും പരിശീലനം വേണമെന്നാണ് തൻ്റെ നിലപാട്, അഭിപ്രായമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലൂടെ അദ്ദേഹം ആരെയും ആക്ഷേപിച്ചിട്ടില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടുംകുറ്റവാളികൾ പരസ്യമായി മദ്യപിച്ചിട്ടും കേസെടുക്കാതെ പോലീസ്. 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തെങ്കിലും പ്രതികളെ തൊടാൻ പോലീസ് തയ്യാറായിട്ടില്ല. കോടതിയിൽ നിന്ന് മടങ്ങുമ്പോൾ തലശ്ശേരിയിലെ ഹോട്ടലിൽ വെച്ചാണ് കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും ഷിനോജും അടങ്ങുന്ന 3 സംഘം പോലീസ് കാവലിൽ മദ്യപിച്ചത്. ഇക്കഴിഞ്ഞ 17-ാം തീയതി തലശ്ശേരി കോടതിക്ക് സമീപമുള്ള വിക്ടോറിയ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് കൊലയാളികൾ പരസ്യമായി മദ്യപിച്ചത്. BJP പ്രവർത്തകരായ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു സംഭവം. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് തുടങ്ങി TP ചന്ദ്രശേഖരൻ വധക്കേസിലും ക്രിമിനലുകളാണ് പോലീസ് കാവലിൽ പരസ്യമായി മദ്യപിച്ചത്. സംഭവം വിവാദമായതോടെ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ വകുപ്പുതല അന്വേഷണമല്ലാതെ കൊടുംകുറ്റവാളികൾക്കെതിരെ പോലീസ് ചെറുവിരൽ അനക്കിയില്ല. CPMകാരായ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് കേസെടുക്കാതിരിക്കുകയാണെന്നാണ് ഉയരുന്ന ആരോപണം. ജൂലൈ 17-ന് നടന്ന പരസ്യ മദ്യപാനവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരുന്നെങ്കിൽ 21-ന് കൊടിസുനിക്ക് പരോൾ ലഭിക്കുമായിരുന്നില്ല. ഇക്കാര്യത്തിലെല്ലാം പോലീസിന് വീഴ്ച പറ്റിയെന്ന വിമർശനവും ശക്തമാണ്. ജനം, കണ്ണൂർ. തലസ്ഥാനത്ത് കേരള സർവകലാശാല വളപ്പിലെ CPMന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ വിശദാംശങ്ങൾ തേടി കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ. AKG സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന 55 സെൻറ്റ് ഭൂമിയിൽ 40 സെൻറ്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണെന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് തുടക്കമിടുകയാണ് വൈസ് ചാൻസലർ. AKG സെൻറ്ററിന് ഭൂമി നൽകിയതുൾപ്പെടെ കേരള സർവകലാശാലയുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുന്നത് അടക്കമുള്ള നീക്കം ആലോചനയിലുണ്ട്. തിരുവനന്തപുരത്ത് CPMന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസും ഇന്നത്തെ AKG പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംബന്ധിച്ച് തർക്കവും വിവാദവും തുടരുകയാണ്. 55 സെന്റ് ഭൂമിയിൽ 40 സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണെന്ന പരാതിയിൽ തുടർ നടപടിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. വിഷയം സംബന്ധിച്ച് സർവകലാശാലയിലുള്ള എല്ലാ രേഖകളും ശേഖരിക്കാൻ രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പന് VC നിർദ്ദേശം നൽകി. യഥാർത്ഥത്തിൽ എത്ര സെന്റ് സ്ഥലമാണ് നൽകിയതെന്നത് അടക്കമുള്ള രേഖകൾ സർവകലാശാലയിൽ ഉണ്ടാകുമെന്നും അതുൾപ്പെടെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് VCയുടെ നിർദ്ദേശം. സ്ഥലം നൽകിയതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയ്ക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിച്ചതിനു ശേഷം എല്ലാ രേഖകളും അടുത്തു ചേരുന്ന സിൻഡിക്കേറ്റിൽ അവതരിപ്പിക്കും. സർവകലാശാലയുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിൻഡിക്കേറ്റാണ് തീരുമാനമെടുക്കേണ്ടത്. ഇതിനൊപ്പം ഗവർണർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ഗവർണർക്കും നൽകും. ഭൂമി പ്രശ്നം സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ VCയോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഇതേ തുടർന്നാണ് രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പന് രേഖകൾ സമാഹരിക്കാൻ VC നിർദ്ദേശം നൽകിയത്. ഇടതനുകൂല സിൻഡിക്കേറ്റ് വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതും നിർണായകമാണ്. സർവകലാശാല വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിൽ കടുത്ത പോര് തുടരുന്നതിനിടെയാണ് CPMന് തലവേദനയായി ഭൂമി പ്രശ്നം VC ഡോക്ടർ മോഹൻ കുന്നുമേലിനും ഗവർണറുടെയും മുന്നിലേക്ക് എത്തുന്നത്. ജനം, തിരുവനന്തപുരം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണമൊരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങളെന്ന സൂചന. അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങൾ. അതിജീവിതയ്ക്ക് ഫോണിൽ ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്ന് അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു.
മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും വരെ വേടന് ഒളിവിൽ തുടരാൻ അവസരമൊരുക്കുകയാണ് പോലീസ്. വിവാഹ വാഗ്ദാനം നൽകി റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി തുടർച്ചയായി ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ കേസെടുത്തെങ്കിലും പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് താൽപ്പര്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് നീട്ടാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമേലുള്ള സമ്മർദ്ദം. ഒളിവിൽ തുടരുന്ന വേടന് സംരക്ഷണം ഒരുക്കുന്നതും ഉന്നത കേന്ദ്രങ്ങളാണെന്നാണ് സൂചന. നേരത്തെ ലഹരി കേസും പുലിപ്പല്ല് കൈവശം വെച്ച കേസും ഉണ്ടായിരുന്നപ്പോഴും ഇടതു വലതു മുന്നണി നേതാക്കളിൽ ചിലരും മറ്റു സംഘടിത കേന്ദ്രങ്ങളും വേടന് കവചമൊരുക്കി രംഗത്തുണ്ടായിരുന്നു. വേടൻ കേരളം വിട്ടിട്ടില്ലെന്നാണ് പോലീസും കരുതുന്നത്. എന്നാൽ വ്യാപക തെരച്ചിൽ നടത്തി പ്രതിയെ കണ്ടെത്താനുള്ള താൽപ്പര്യം സമ്മർദ്ദങ്ങളിൽ കുരുങ്ങി പോലീസിനുമില്ല. പരാതി നൽകിയ യുവതിക്കെതിരെ ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്നും ഇവരുടെ വീട്ടിൽ ചിലർ അതിക്രമിച്ചു കയറിയെന്നും അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു. ഇതിലും കാര്യമായ അന്വേഷണമില്ല. 2021-2023 കാലത്ത് പലതവണയായി പല സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നായിരുന്നു യുവ ഡോക്ടർ പരാതിപ്പെട്ടത്. തുടർച്ചയായ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളിലായിരുന്നു കേസെടുത്തത്. എന്നാൽ പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ടുള്ള അന്വേഷണം നടക്കുന്നില്ല. ജനം, കൊച്ചി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണം കാണാനില്ലെന്ന സമിതിയുടെ റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസ് ഇന്ന് വിശദീകരണം നൽകും. ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം പ്രിൻസിപ്പൽ DMEക്ക് കൈമാറും. റിപ്പോർട്ട് പഠിച്ച ശേഷമാകും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. അതേസമയം ഡോക്ടർ ഹാരിസിനെതിരായ നടപടി താക്കീതിൽ ഒതുക്കാനും തീരുമാനം. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് എഴുതി തയ്യാറാക്കിയ മറുപടി നൽകുക. ശേഷം പ്രിൻസിപ്പൽ മറുപടി DMEക്ക് കൈമാറും. DME ഡോക്ടർ KV വിശ്വനാഥ് ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണമെല്ലാം കേട്ട ശേഷമാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. കാരണം കാണിക്കൽ നോട്ടീസിനാണ് ഇന്ന് ഡോക്ടർ മറുപടി നൽകുന്നത്. ഹാരിസിനെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കത്തെ ശക്തമായി ചെറുക്കുമെന്ന് IMA കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. മന്ത്രി സ്വന്തം വകുപ്പിലെ സിസ്റ്റം തകരാറുകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാതെ ഡോക്ടറെ ശിക്ഷിക്കാനിറങ്ങുന്നത് പാവപ്പെട്ട രോഗികളോടുള്ള യുദ്ധപ്രഖ്യാപനമായി മാത്രമേ കരുതാനാകൂവെന്നും IMA കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ നടപടി താക്കീതിലൊതുക്കാനാണ് സാധ്യത. ഡോക്ടർക്കെതിരായ എന്ത് നടപടിയും ജനവികാരം എതിരാക്കുമെന്നാണ് വിലയിരുത്തൽ. സുരക്ഷിതമല്ലാത്തതിനാൽ കമ്പനി ഉൽപ്പാദനം നിർത്തിയെന്നും അടുത്ത കാലത്ത് മുന്നറിയിപ്പ് ലഭിച്ചെന്നും ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ പദ്ധതികളെ അവഗണിക്കുന്നത് തുടർന്ന് സംസ്ഥാനം പേര് മാറ്റി നടപ്പാക്കുന്നതിനൊപ്പം ചില പദ്ധതികൾ അട്ടിമറിക്കുകയാണ് പിണറായി സർക്കാർ. കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ പെൻഷൻ പദ്ധതി പ്രകാരം 70 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നാണ് വ്യാപക പരാതി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 70 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും അവരുടെ വരുമാന നില പരിഗണിക്കാതെ നൽകുന്ന പെൻഷൻ സ്കീമിന്റെ ആനുകൂല്യം കോഴിക്കോടുള്ള പല ആശുപത്രികളിലും ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി. ഇത് കോഴിക്കോട് സ്വദേശി രാജഗോപാലൻ. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി കോഴിക്കോടുള്ള പല ആശുപത്രികളിലും പോയെങ്കിലും കാർഡ് എടുക്കില്ലെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരം. ഈ കാർഡ് കൊണ്ട് ഞാൻ പല ഹോസ്പിറ്റലുകളിലും പോയി നോക്കിയെങ്കിലും ഉപകാരപ്രദമായ ഒന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. അവിടെ യാതൊരു പെർമിഷനും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഓർഡർ ഇല്ല എന്നാണ് പറയുന്നത്. പ്രായമുള്ള ആൾക്ക് കിട്ടേണ്ടതാണ്. 5 ലക്ഷം ഉറുപ്പ്യ കിട്ടിയാൽ വളരെ ഉപകാരമാണ്. കേരള ഗവൺമെൻറ് ഇത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ കേരള ഗവൺമെൻറ്റിൻ്റെ വേണ്ട 5 ലക്ഷം ഒഴിവാക്കി കഴിഞ്ഞിട്ട് 3 ലക്ഷം രൂപയാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കിസാൻ കൊടുക്കുന്ന മാതിരി നേരിട്ട് കൊടുത്താൽ വളരെയധികം ഉപകാരമായിരുന്നു. രാജഗോപാലന്റെ അതേ അവസ്ഥയാണ് സിദ്ധാനന്ദനും പറയാനുള്ളത്. ഞാൻ എൻ്റെ കണ്ണിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് തിമിരം ബാധിച്ച കണ്ണിൻ്റെ വലത്തെ കണ്ണിൻ്റെ അതിന് പുത്തലത്തായി ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ അവിടെയുള്ള ഹോസ്പിറ്റൽ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഒരു ഇൻഷുറൻസ് സ്കീമിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ ഇങ്ങനത്തെ ഇതൊന്നും ഇവിടെ സ്വീകരിക്കില്ല, അത് പ്രാവർത്തികമായിട്ടില്ല എന്ന് അവിടുത്തെ ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞു. ഇതുപോലെ പല ഹോസ്പിറ്റലും ഇതേപോലെ നിരാകരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നടപടി വളരെ അത്യാവശ്യമാണ്. 70 വയസ്സ് കഴിഞ്ഞ വയോധികരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പെൻഷൻ പദ്ധതി. വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ പദ്ധതിക്ക് ലഭിച്ചത്. പദ്ധതി പ്രകാരം ചികിത്സാ ചെലവിന്റെ 60% കേന്ദ്രവും 40% കേരളവുമാണ് വഹിക്കേണ്ടത്. മറ്റു പല സംസ്ഥാനങ്ങളും പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയെങ്കിലും സംസ്ഥാന സർക്കാർ വിമുഖത കാട്ടുകയാണ്. പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതം നൽകാനുള്ള പണം ഖജനാവിലില്ലെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ജനം, കോഴിക്കോട്.
കളമശ്ശേരിയിൽ മത്സരയോട്ടത്തിനിടെ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ അത്താണി സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത്. സൗത്ത് കളമശ്ശേരിയിൽ രാവിലെ 9:20 അപകടം. പിന്നിലൂടെ എത്തിയ സ്വകാര്യ ബസ് അബ്ദുൾ സലാമിനെ ഇടിച്ചിട്ട ശേഷം തലയിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. അബ്ദുൾ സലാം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. കളമശ്ശേരി ആലുവ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബിസ്മില്ല എന്ന ബസ്സാണ് അപകടം ഉണ്ടാക്കിയത്. കോട്ടയം വാകത്താനം മാടത്താനിയിൽ ജലനിധി പദ്ധതിയുടെ CCTV നന്നാക്കുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പാലാ മുറിഞ്ഞുപുഴ ചൂരക്കാട്ടിൽ അർജുൻ CN ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4 മണിക്കായിരുന്നു സംഭവം. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംസ്കാരം ഇന്ന് വൈകിട്ട് പാലായിലെ വീട്ടുവളപ്പിൽ നടക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും നിർജീവമായി ആരോഗ്യവകുപ്പ്. 1 മാസത്തിനിടെ പകർച്ചവ്യാധികൾ പിടിപെട്ട് 75 പേർക്കാണ് ജീവൻ നഷ്ടമായത്. എലിപ്പനിയാണ് 29 പേരുടെയും ജീവൻ കവർന്നെടുത്തത്. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുന്നത് കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന സമീപനങ്ങളും വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടെ പനി ബാധിച്ച് ജീവൻ നഷ്ടമായത് 75 പേർക്കാണ്. ഇതിൽ 29 പേരുടെ മരണം എലിപ്പനി മൂലമാണ് സംഭവിച്ചത്. പകർച്ചവ്യാധി അടക്കമുള്ള പനി ബാധിച്ചവരുടെ എണ്ണവും ഞെട്ടിപ്പിക്കുന്നതാണ്. 3,82,172 പേരാണ് സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ പകർച്ചവ്യാധി അടക്കമുള്ള പനി മൂലം ചികിത്സ തേടിയത്. 1,714 പേർ ഡെങ്കിപ്പനിയും 381 പേർ എലിപ്പനി മൂലവും ചികിത്സ തേടി. പല ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നുകൾ പോലും ലഭിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. ചികിത്സ തേടിയെത്തുന്നവരുടെ നീണ്ട നിരയും ആശുപത്രികൾക്ക് മുന്നിൽ കാണാം. മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ പാളിയതും കാലാവസ്ഥ മാറ്റവുമെല്ലാം പനി പടർന്നു പിടിക്കാൻ കാരണമാവുന്നുണ്ടെന്നാണ് വിവരം. കാലാവസ്ഥാ വകുപ്പിന്റെ വീഴ്ച എടുത്തു പറയേണ്ടതാണ്. പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് കീഴടക്കുമ്പോഴും ആരോഗ്യവകുപ്പ് കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന വിമർശനവുമുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം കൂടുതലാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം. ഭീതി പടർത്തി PT5 ആന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. മലമ്പുഴ റോഡരികിൽ ഇറങ്ങിയ PT5നെ കാടുകയറ്റി. PT5ന് കണ്ണിന് ചികിത്സ നൽകുന്നതിന് മയക്കു വെടിവെച്ച് പിടികൂടുന്നതിനായി വയനാട്ടിൽ നിന്നുള്ള വിക്രം, ഭരതൻ എന്നീ കുങ്കിയാനകളെ എത്തിച്ചു. അരുൺ ആലത്തൂർ ചേരുന്ന. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? ഒക്കെ ജനവാസ മേഖലയിൽ തുടർച്ചയായിട്ട് ഈ ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കണ്ണിന് PT5 എന്ന ഈ ആനയ്ക്ക് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തുടർച്ചയായി ജനവാസ മേഖലയിൽ ഇറങ്ങി പിന്നീട് കാട്ടിലേക്ക് കയറി പോവാത്ത സ്ഥിതിയാണ്. ഇന്ന് രാവിലെയും കഞ്ചിക്കോട് പന്നിമട ഭാഗത്തേക്ക് ആന എത്തി. അവിടെ പ്രധാന പാതയുടെ അരികിലേക്ക് വരെ എത്തി. 10-15 തവണ പടക്കം പൊട്ടിച്ചാണ് വനം വകുപ്പ് അതിനെ കാട് കയറ്റുന്ന നടപടികളിലേക്ക് കടന്നതെന്നുള്ളതാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ ഈ ആനയെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് പിടികൂടി അതിന് ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ്. ഇതിനായി വയനാട്ടിൽ നിന്നിപ്പോൾ 2 കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. വിക്രം, ഭരതൻ എന്നീ കുങ്കിയാനകളെയാണ് എത്തിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ദൗത്യത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ PT5നെ മയക്കുവെടി വെച്ച് പിടികൂടുകയും തുടർന്ന് അതിന്റെ കണ്ണിന് ചികിത്സ നൽകും എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതേസമയം തന്നെ നാട്ടുകാര് വലിയ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ ആനയ്ക്ക് കണ്ണിന് പരിക്ക് മാത്രമല്ല, അതിന്റെ നെറ്റി ഭാഗത്തും പുറകുവശത്തും ഒക്കെ കമ്പ് കൊണ്ടതോ അതോ മറ്റാനകൾ കുത്തിയതോ ആയിട്ടൊക്കെയുള്ള മുറിവുകളുണ്ട്. അത് ഒന്നുകിൽ കണ്ണ് കാണാത്തത് കൊണ്ട് മറ്റേതെങ്കിലും മരത്തിലോ മറ്റോ ഇടിച്ച് ഉണ്ടായ മുറിവുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആനകൾ കൂട്ടത്തിൽ ചേർക്കാത്ത അതിനെ കുത്തിയതായിരിക്കാം എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലൊരു വന്യമൃഗമാണെങ്കിലും അതിനെ ചികിത്സ നൽകി കാട്ടിലേക്ക് കയറ്റിവിടുന്ന നടപടികൾ ഉണ്ടാവണമെന്ന് മൃഗസ്നേഹികളായ പ്രദേശവാസികളായ ജനങ്ങൾ തന്നെ ആവശ്യമായിട്ട് ഉന്നയിക്കുന്നുമുണ്ട്. ഏതായാലും വനം വകുപ്പിന്റെ നടപടികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവർ ഉടൻ തന്നെ ഇതിന് വേണ്ട ചികിത്സ നൽകും എന്നുള്ളത് വനം വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ ദൗത്യത്തിലേക്ക് കടന്നിട്ടില്ല. ഇന്നിപ്പോൾ 2 കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ നടപടികൾ ആരംഭിക്കുമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് PT5 ആന വീണ്ടും ഇറങ്ങിയിരിക്കുന്നു. മലമ്പുഴ റോഡരികിൽ ഇറങ്ങിയ PT5നെ കാട് കയറ്റി. PT5ന് കണ്ണിന് ചികിത്സ നൽകുന്നതിന് മയക്കുവെടിവെച്ച് പിടികൂടുന്നതിനായി വയനാട്ടിൽ നിന്നുള്ള 2 കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് തൃത്താല മേഴത്തൂരിൽ ആനയിടഞ്ഞു. അരമണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു.
കടുകച്ചാൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. തിരുവേഗപ്പുറ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതിനിടെയായിരുന്നു ആന ഇടഞ്ഞത്. മിണ്ടാപ്രാണിയോട് കൊടും ക്രൂരത. പൂച്ചയെ കൊന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിട്ട് യുവാവ്. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശിയായ ലോറി ഡ്രൈവർ ഷജീറാണ് കൊടും ക്രൂരത ചെയ്തത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം ആശ്രാമം മൈതാനത്ത് വിദ്യാനികേതൻ സ്കൂളുകളുടെ കായികമേള സംഘടിപ്പിച്ചു. സമാപന പരിപാടിയിൽ ഓവറോൾ പട്ടം നേടിയവർക്ക് പവർ ലിഫ്റ്റിംഗ് താരം വേണു മാധവൻ മെഡൽ വിതരണം ചെയ്തു. വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് വിജയകുമാർ, സെക്രട്ടറി രഞ്ജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക് വിഭാഗം കുട്ടികളിൽ പരവൂർ വ്യാസവിദ്യാ മന്ദിർ സ്കൂളും ശിശുബാല വിഭാഗങ്ങളിൽ കൊല്ലം പുതിയകാവ് സെൻട്രൽ സ്കൂളും ഓവറോൾ ചാമ്പ്യൻ പട്ടം നേടി. കൊട്ടാരക്കര ഇഞ്ചക്കാട്ട് കാർ തോട്ടിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. പുത്തൂർ സ്വദേശി അനു വിശാഖാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30 അപകടം. കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർത്താണ് തോട്ടിലേക്ക് മറിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ അനു വിശാഖിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ബന്ദികൾക്ക് സഹായം നൽകാൻ റെഡ് ക്രോസിന് അനുമതി നൽകണമെങ്കിൽ ഇസ്രയേൽ വ്യോമാക്രമണം നിർത്തണമെന്ന് ഹമാസ്. ബന്ദികൾക്ക് സഹായങ്ങൾ നൽകണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റെഡ് ക്രോസിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഭക്ഷണം കിട്ടാതെ ദുരിതം അനുഭവിക്കുന്ന ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. ബന്ദികളുടെ മോചനത്തിന് സൈനിക നടപടിക്ക് ഇസ്രയേൽ ഒരുങ്ങുന്നതായി നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഭക്ഷണം ലഭിക്കാത്ത ദുരിതത്തിലായ റോം ബെസ്ലവിസ്കി, എവിറ്റർ ഡേവിഡ് എന്നീ ബന്ദികളുടെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു. ദയനീയമായ അവസ്ഥയിൽ കഴിയുന്ന ബന്ദികൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റെഡ് ക്രോസിനോട് ആവശ്യപ്പെട്ടിരുന്നു. സൈനിക നടപടി ഇസ്രയേൽ നിർത്തിവെച്ചാൽ മാത്രം ബന്ദികൾക്ക് സഹായം നൽകാൻ റെഡ് ക്രോസിനെ അനുവദിക്കാമെന്നാണ് ഹമാസിന്റെ നിലപാട്. ദയനീയമായ കാഴ്ചകൾ പുറത്തുവന്നതോടെ ബന്ദികളുടെ മോചനത്തിന് സൈനിക നടപടി സ്വീകരിക്കുന്നതുൾപ്പെടെ ഇസ്രയേൽ ആലോചിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ മുന്നറിയിപ്പ്. ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഹമാസിനെതിരെ പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായിരുന്നു. വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നതെന്നും ബന്ദികളെ നിരുപാധികം വിട്ടയക്കണമെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു. ഇന്റർനാഷണൽ റെഡ് ക്രോസ് അടിയന്തരമായി ബന്ദികളായി കഴിയുന്നവരെ സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ബന്ദികളെ പട്ടിണിക്കിടുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു. കൊടും പട്ടിണിയിലായ ഗാസയിലെ ജനതയ്ക്ക് ലഭിക്കുന്ന ഭക്ഷണം ബന്ദികൾക്ക് നൽകുന്നുണ്ടെന്നാണ് ഹമാസിന്റെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബഹിരാകാശ കുതിപ്പിൽ സ്റ്റാർട്ടപ്പ് സ്ഥാപനമായ ധ്രുവ സ്പേസ് 2025 മൂന്നാം പാദത്തിൽ ആദ്യ വാണിജ്യ ഉപഗ്രഹം വിക്ഷേപണം നടത്തും. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാകും വിക്ഷേപണം. തദ്ദേശീയമായി വികസിപ്പിച്ച P-30 സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമിൽ ഓസ്ട്രേലിയൻ സംരംഭങ്ങൾ നിർമ്മിച്ച പേലോഡുകളും ഇതിനൊപ്പം വിക്ഷേപിക്കും. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ധ്രുവ. പതിവ് തെറ്റിക്കാതെ യോഗി സർക്കാർ. സാഹോദര്യത്തിൻ്റെ സന്ദേശം വിളിച്ചോതുന്ന രക്ഷാബന്ധൻ ദിനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഓഗസ്റ്റ് 8 രാവിലെ 6 മുതൽ ഓഗസ്റ്റ് 10 അർദ്ധരാത്രി 12 മണി വരെയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലും സിറ്റി ബസ് സർവീസ് ബസ്സുകളിലുമാകും 48 മണിക്കൂർ സൗജന്യ യാത്ര അനുവദിക്കുക. ഉത്സവകാലത്ത് സുഗമമായ യാത്ര ഉറപ്പാക്കാനായി നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ആവശ്യത്തിന് ബസ്സുകൾ വിന്യസിക്കും. ഗതാഗതക്കുരുക്ക് തടയാനും ക്രമസമാധാനം ഉറപ്പാക്കാനും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യമായല്ല യോഗി സർക്കാർ സ്ത്രീകൾക്ക് രക്ഷാബന്ധൻ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. എല്ലാ വർഷവും ഏകദേശം 8 മുതൽ 10 ലക്ഷം സ്ത്രീകൾ ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. ശ്രാവണ മാസത്തിലെ പൗർണമി നാളിലാണ് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം. തട്ടിപ്പ് കേസിൽ പ്രതിയായ തൃശൂർ DCC ജനറൽ സെക്രട്ടറി A. അഷറഫ് ഭീഷണിയുമായി രംഗത്ത്.
മാള ഗവൺമെൻറ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ സേവ്യറിനെയാണ് അഷ്റഫ് ഭീഷണിപ്പെടുത്തിയത്. ഭൂമി നൽകാമെന്ന് പറഞ്ഞ് ഡോക്ടർ ആശയിൽ നിന്ന് 25 ലക്ഷം രൂപ അഷ്റഫ് തട്ടിയെടുത്തിരുന്നു. പിന്നെ ഞാനൊരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയക്കാരനാണ്. എൻ്റെ നെഞ്ചത്തേക്ക് കയറാനാണല്ലോ എല്ലാവർക്കും ധൃതി. കാരണം അത് എല്ലാവർക്കും ഒരു സുഖമുള്ള ഏർപ്പാടാണ് ചില ആളുകൾക്കൊക്കെ. പക്ഷേ ഒരു പബ്ലിക് സർവൻ്റായ ഡോക്ടർ ആശാ സേവ്യറിന് എവിടെ നിന്നാണ് ഇത്രയധികം പണം? 25 ലക്ഷം രൂപ എനിക്ക് തന്നു. എവിടെ നിന്നാണ് പണം? 1,05,00,000 രൂപയ്ക്ക് 3 മാസത്തിനകം എൻ്റെ ഭൂമി എടുത്തോളാമെന്ന് കരാർ എഴുതി. 1,05,00,000 രൂപ അവർക്ക് എവിടെ നിന്നാണ്? തന്നെയുമല്ല, വടമ വില്ലേജ്, കുരുവലശ്ശേരി വില്ലേജ്, കല്ലൂർ വടക്കുമുറി വില്ലേജ്, പള്ളിപ്പുറം വില്ലേജ്, അണ്ണലൂർ വില്ലേജ് എന്നീ സ്ഥലങ്ങളിൽ എത്രമാത്രം ഏക്കർ കണക്കിന് സ്ഥലമാണ് ഈ ഒരു സ്ത്രീയുടെ പേരിലുള്ളത്. അതൊക്കെ കൃത്യമായ രേഖകൾ സഹിതം ഞാൻ ഹാജരാക്കേണ്ട സമയത്ത് ഹാജരാക്കുന്നുണ്ട്. ഒരു പബ്ലിക് സർവൻ്റായ ഇവർ വരവിൽ കവിഞ്ഞ സ്വത്ത് എങ്ങനെയാണ് സമ്പാദിച്ചത് എന്ന് സമൂഹം വിലയിരുത്തട്ടെ. 2025 ഏപ്രിൽ 7-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. തൃശൂർ മാള കുരുവിലശ്ശേരി സ്വദേശിയും DCC ജനറൽ സെക്രട്ടറിയുമായ A. അഷ്റഫ് തൻ്റെ പേരിലുള്ള 3 സെന്റ് സ്ഥലവും കെട്ടിടവും വിൽക്കാൻ ഇടനിലക്കാരനായ ജലീൽ വഴി ഡോക്ടർ ആശയെ സമീപിക്കുകയായിരുന്നു. ഇടപാടിൻ്റെ ഭാഗമായി ഡോക്ടർ ആശ 25 ലക്ഷം രൂപ നൽകുകയും ചെയ്തു. പിന്നീട് ഭൂമിയിലും കെട്ടിടത്തിലും മാള കാർഷിക ബാങ്ക്, മാള സർവീസ് സഹകരണ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നായി കടബാധ്യതയുണ്ടെന്നും ജപ്തിയിലായിട്ടുള്ള വസ്തുവാണെന്നും ഡോക്ടർ ആശ മനസ്സിലാക്കുകയായിരുന്നു. ഇടപാടിൻ്റെ ഭാഗമായി നൽകിയ 25 ലക്ഷം രൂപ തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ മാത്രമാണ് ഡോക്ടർക്ക് തിരികെ ലഭിച്ചത്. ബാക്കിയുള്ള 20 ലക്ഷം രൂപ അഷ്റഫിൻ്റെ മകളുടെ വിവാഹത്തിനായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനായി ചെലവാക്കിയതായി പ്രതികൾ അറിയിച്ചതായും ഡോക്ടർ പരാതിയിൽ ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് ഡോക്ടർ ആശ മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. DCC ജനറൽ സെക്രട്ടറി A. അഷ്റഫ്, അദ്ദേഹത്തിൻ്റെ മകൾ അക്കീല അഷ്റഫ്, ഇടനിലക്കാരനായ ജലീൽ എന്നിവർക്കെതിരെ തട്ടിപ്പുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് കേസെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് ഡോക്ടർക്കെതിരെ ഭീഷണിയുമായി അഷ്റഫ് രംഗത്ത് വന്നത്. DCC ജനറൽ സെക്രട്ടറി തട്ടിപ്പ് കേസിൽ പ്രതിയായതോടെ തൃശൂർ DCC നേതൃത്വവും വെട്ടിലായിരിക്കുകയാണ്. അഷ്റഫിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ മാളയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. അതേസമയം അഷ്റഫിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ജനം, തൃശൂർ. ആപ്പിളിൻ്റെ വിളനിലമായി ഭാരതം. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിൽ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഐഫോണുകളുടെ എണ്ണത്തിൽ 82% വർധനവാണ് രേഖപ്പെടുത്തിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ $6 ബില്യൺ മൂല്യം വരുന്ന ഐഫോണുകളാണ് കടൽ കടന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് $3.2 ബില്യൺ വർധനവാണ് രേഖപ്പെടുത്തിയത്. ട്രംപിൻ്റെ താരിഫ് ഭീഷണികൾക്കിടയിലും റെക്കോർഡ് കയറ്റുമതിയാണ് നടത്തിയത്. ആദ്യപാദത്തിൽ ആകെ 7.72 ബില്യൺ സ്മാർട്ട് ഫോണുകളാണ് കയറ്റി അയച്ചത്. തമിഴ്നാട്ടിൽ സർക്കാർ പദ്ധതികൾക്ക് ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ പേര് നൽകുന്നതിനെതിരെ മദ്രാസ് ഹൈക്കോടതി. DMK സർക്കാരിൻ്റെ ഉങ്കളുടൻ സ്റ്റാലിൻ എന്ന പേരിലുള്ള പദ്ധതിക്കെതിരെയാണ് വിമർശനം. ഇത്തരത്തിൽ പേര് നൽകുന്നത് സുപ്രീം കോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്നും സർക്കാർ പരസ്യങ്ങളിൽ മുൻ മുഖ്യമന്ത്രിമാരുടെ ചിത്രങ്ങളോ പാർട്ടി ചിഹ്നമോ ഉപയോഗിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കേന്ദ്ര പദ്ധതികളുടെ പേര് മാറ്റി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾക്കാണ് കോടതി കത്രിക വെച്ചിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. ഹർജി ആഗസ്റ്റ് 6-ന് സുപ്രീം കോടതി പരിഗണിക്കും.